ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞ് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇനിയിപ്പം നാളെയും അങ്ങനെ തന്നെയാവും, മറ്റന്നാളും അതെ, ഞായറാഴ്ചയും അതെ. ഇനി ഇവിടെ അങ്ങോട്ട് ഉള്ള ദിവസങ്ങളൊക്കെ നല്ല തിരക്കാവും കേട്ടോ. അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ മറുപടി അയക്കാണ്ടാവുമ്പോൾ വിഷമം തോന്നരുത്. കാരണം അത്രയും തിരക്കാണ് ഇന്നിപ്പോൾ. എൻ്റെ ഡിമ്പിളിൻ്റെ ആയാലും ഡിവൈൻ്റെ ആയാലും വീഡിയോസ് കണ്ടാൽ അറിയാം ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെയും പിന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിലത്തെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ എന്തേ പതിവുപടി രാവിലെ എണീറ്റു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വലിയ മഴയോ എന്നാൽ ചൂടോ അങ്ങനെയൊന്നുമില്ല. നല്ലൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കിടക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്ന് പുറത്ത് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുട്ടികളുടെ ഡ്രസ്സ് എടുക്കൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്കുള്ളത്. നാളെയാണല്ലോ നിങ്ങളിന്ന് കാണുമ്പോൾ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഒരുക്കങ്ങളും കൂടി, അവസാനത്തെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പോകേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോഫയുടെ കവറും കാര്യങ്ങളൊക്കെ ഉണക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇടണം എന്ന് ഒരു കൂട്ടർ, ഇടണ്ടെന്ന് വേറെ കൂട്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് തന്നെയായാലും അത് ഇടണം, കാരണം അതുള്ളത് കൊണ്ട് സോഫ നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പതിവുപടി ഇന്ന് തെക്കേക്കരയിലത്തെയാണ് കണ്ടത് കേട്ടോ. ഞാൻ ഓരോ ദിവസവും ഇവർ ഇങ്ങനെ വരുമ്പോൾ പേപ്പർ വായിക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്, അതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കും കാണിക്കുന്നു, കാരണം അവർ എന്തായാലും ഒരു പരസ്യത്തിന് കണക്കാക്കിയിട്ടാണ് പേപ്പറിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ ഒരു 10 ആൾക്ക് കൂടുതൽ കാണാൻ പറ്റിയ നന്നായില്ലെന്ന് വെച്ചിട്ട് ഞാനും അത് നിങ്ങൾക്ക് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവിടെ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും എക്യുപ്മെൻറ്റ്സിനൊക്കെ വില കുറവാന്ന് തോന്നുന്നു. പാത്രങ്ങൾക്ക് ഒക്കെ, പാത്രങ്ങൾക്കും പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങൾക്കും ഞാൻ നോക്കിയപ്പോൾ വില കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇൻഡക്ഷൻ ഉണ്ട്, മിക്സി, കടായികൾ, അപ്പച്ചട്ടി, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, ഇതിപ്പോൾ നടത്തറയാണ്, ഇവിടെ പരിസരത്തുള്ളവർക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു അറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വെറുതെ ഒരു നേരം പോക്ക്. ഞാൻ എന്തായാലും രാവിലെ കാണുമ്പോൾ ഞാനത് വീഡിയോ എടുക്കണത് കേട്ടോ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ പോയി ഇതേ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും. അപ്പോൾ എന്തോ ഇന്ന് എനിക്ക് അവരെയൊക്കെ ഓർമ്മ വന്നു. അമ്മയുണ്ട് കേട്ടോ, അമ്മയുടെ ഫോട്ടോ ഇവിടെ എല്ലാതും മാത്രം ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മാതാവ് അങ്ങനെ ഇന്ന് ഞാൻ ആദ്യം റൂം ഒതുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുരിശ് വരച്ച് നേരെ റൂമിലേക്ക് തന്നെ വന്നത്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുക. ഇന്ന് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു, കാരണം എനിക്ക് കുറച്ച് സംഭവങ്ങൾ ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വലിച്ചു വാരി വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മിനിയാന്ന് പുറത്ത് പോയി വന്നപ്പോൾ മഴ പെയ്തപ്പോൾ ഡ്രസ്സും ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നനഞ്ഞിട്ട് അത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കുറേ നമുക്ക് പല കൊറിയറുകൾ വരുമല്ലോ, സാധനങ്ങളായിട്ടും നമ്മളുടെ പാക്കിങ് സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിൽ കൂടെ ഒരു കവർ വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. രാത്രി ആയപ്പോഴാണ് ഡാഡി ഇങ്ങനെ നോക്കി ഓരോ പാക്കുകൾ തുറന്ന് വന്നപ്പോഴാണ് ഇത് തുണിയാണല്ലോ എന്നിട്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത് ഒട്ടും നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം കേട്ടോ. അതായത് ടേബിളിൽ ഇടുന്ന ആ റണ്ണറ് സെൻറ്ററിൽ നമ്മൾ ഇടില്ലേ, ഞാനത് ചെയ്യണത് കണ്ടും കൊണ്ട് എനിക്ക് വേണ്ടി ഓണത്തിന് അപ്പുറം ഇപ്പുറം സദ്യ ഒരുക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള സംഭവമാണ് കേട്ടോ. ശരിക്കും ഹാൻഡ് മെയ്ഡാണ്, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഗായത്രി തിരുവനന്തപുരത്ത് നിന്നാണ് എനിക്ക് സെൻഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗായത്രി മുമ്പും അത് എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ഓണത്തിൻ്റെ അല്ല ഏതോ ഒരു സമയത്ത് എനിക്കൊരു വാനിറ്റി ബാഗ്, പക്ഷെ അതിനകത്ത് കുട്ടി ബാഗുകളായിട്ട്. അപ്പോൾ ഞാൻ പോകാനുള്ള ഡ്രസ്സ് ഒതുക്കി പുറത്തെടുത്ത് വെച്ചേക്കാം. അങ്ങനെ ഞാൻ പുറത്ത് വന്നപ്പോഴാണ് തോമു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എണീറ്റ് വരുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു തോമുവിന് ഡയപ്പർ മാറ്റണില്ലേന്ന്. അപ്പോൾ തോമുവിന് പാച്ചുവിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ നമ്മൾ ഡയപ്പർ ഇടിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു ഉറക്കം കഴിയുമ്പോൾ അവർ മൂത്രമൊഴിക്കുമ്പോൾ അവരും അറിയണില്ല നമ്മളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അഴുക്കാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് കിടക്കുന്ന സമയത്ത് ഡയപ്പർ ഇടിച്ച് കഴിഞ്ഞാൽ അവർക്കും അത് സുഖമാണ്, നമ്മൾക്കും അത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് അങ്ങനെ ഡയപ്പർ ഇട്ട് കാണുന്നത് നിങ്ങൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക, ഫുൾ ടൈം അതാണ്. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്തുനിന്ന് ഒരു ഒച്ച കേട്ട് നോക്കുമ്പോൾ ഇതാ പതുക്കെ മൂപ്പര് എണീറ്റ് നിൽക്കണു കണ്ടോ.
ഇറങ്ങി. എന്നിട്ട് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. കണ്ടോ? അപ്പോൾ ഇനി അവനെ പേടിക്കണം. തോമൊക്കെ എനിക്ക് തോന്നുന്നു 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൻ ഇതുമെന്ന് താഴത്തേക്ക് ഇറങ്ങുക. പിന്നെ ഇത് നല്ല പൊക്കത്തിലാണ്, ഹൈ ചെയറാണ്. നമ്മൾ ചാക്കോച്ചനെ പ്രസവിക്കാൻ പോയപ്പോൾ തോമൂന് ഇരിക്കാൻ എളുപ്പത്തിന് ചെറുതാക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മൾ മാറ്റിയില്ല. ഇതിൻ്റെ ബാക്കി എക്സ്റ്റൻഷൻ പീസുകൾ മുകളിലിരിക്കുന്നുണ്ട്. ഇനി പൊക്കത്തേക്ക് വെക്കേണ്ട, കാരണം ഇവർ ഇങ്ങനെ തിരിഞ്ഞ് ഇറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ പണിയാണ്. അങ്ങനെ രാവിലെ ഞാൻ വിചാരിച്ചു വേഗം വാഷിംഗ് മെഷീനിൽ തുണി തിരുമ്പാടാന്ന് വിചാരിച്ചു. അങ്ങനെ വാഷ് ചെയ്യാനായിട്ട് തുണിയിലോട്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് യാത്രയുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോരുത്തരും അവരവരുടെ പണികൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ രാവിലെ ഇന്ന് ശരിക്കും എന്തായിരുന്നു, കൊള്ളിപ്പേരി ആയിരുന്നു കേട്ടോ. കൊള്ളി ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈൻ അതെടുത്ത് കാച്ചി. അപ്പോൾ ഞാൻ തുണികൾ തോരയിടാൻ പോയപ്പോൾ അമ്മയും മോനും എന്നെ കാണാൻ വന്നതാട്ടോ കേട്ടോ. അപ്പാച്ചുവിന് ചാക്കോച്ചന് ഞാൻ എവിടേക്ക് പോയാലും എൻ്റെ പിന്നാലെ വരുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ 4 കാലിമയായാലും ഓടി വരും. ഇപ്പോൾ പിടിച്ചും നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ബോണ്ടിങ്ങാണ് കേട്ടോ. തോമുവിനോട് അത്ര അടുപ്പം അങ്ങനെ എനിക്കോ ഡാഡിക്കോ ഒന്നും അങ്ങനെ ഈ പ്രായത്തിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റൽ കേസായിരുന്നു. പക്ഷേ എന്താ പറയുക, അപ്പാപ്പൻ്റെ മടിയിലായിരുന്നു ആ സമയത്ത്. പിന്നെ ആ സമയത്ത് മറിയാമ്മയും ഉണ്ടായിരുന്നു. പക്ഷെ ചാക്കോച്ചൻ അങ്ങനെയല്ല. പാച്ചു പിന്നെ അപ്പാപ്പൻ്റെ കൂടെയാണ് മാസങ്ങളോളം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പാപ്പൻ മോനാണ് ഇപ്പോഴും. അതെ, അവനെ അമ്മ കഴിഞ്ഞാൽ പിന്നെ അപ്പാപ്പനാണ്. അതേസമയം ചാക്കോച്ചൻ അങ്ങനെയല്ല. ചാക്കോച്ചൻ എൻ്റെയും പിന്നാലെ, അപ്പാപ്പൻ്റെ പിന്നാലെ, ഓച്ചുവിൻ്റെ, പാച്ചുവിൻ്റെ എല്ലാവരുടെയും കൂടെ ഭയങ്കര സെറ്റാട്ടോ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ഇവിടെ പിള്ളേർസിനൊക്കെ വിട്ടു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ തുണികൾ തോരയിടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് ഡിവൈൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, റോബോട്ടിനെ തുറന്നു വിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിലേക്ക് നിൽക്കണ്ട മമ്മിയെ, നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞ് ഇരുന്നോളൂ. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തിൽ പോകാമല്ലോ, ക്ലീൻ ആയിക്കോളും വീട് എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ മാറാം. അപ്പോൾ പിള്ളേർസ് 2 പോയിട്ടുണ്ടല്ലോ, പിന്നെ ചാക്കോച്ചനല്ലേ ഉള്ളൂ. അപ്പോൾ ചാക്കോച്ചനെ ഡ്രസ്സ് മാറി ഡാഡിയുടെ കയ്യിൽ കൊടുത്ത് ഡിവൈൻ ഡ്രസ്സ് മാറാൻ പോയി. ഡിംപിളും ഡ്രസ്സ് മാറി ഞങ്ങളെല്ലാവരും മാറി ഇറങ്ങുമ്പോഴേക്കും റോബോട്ട് അതിൻ്റെ പണി കഴിച്ച് പോയിട്ട് അവിടെ സ്വസ്ഥമായിട്ടിരുന്നു കേട്ടോ, ചാർജ് ചെയ്യാനായിട്ട് പോയിട്ടിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്ലീൻ ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതിൽ വേറെ എന്താ പറയുക, ഫ്ലോർ ക്ലീനറോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നോളട്ടെ. നമുക്ക് അവർ പറയണതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരു ഫ്ലോർ ക്ലീനറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണം ഉണ്ടായെങ്കിൽ നല്ലതെന്ന് എനിക്കുണ്ട്. പക്ഷേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മളത് ഇട്ടിട്ട് വല്ല കെമിക്കലിൻ്റെ വല്ല പ്രശ്നവും കാര്യങ്ങളും വേണ്ട വെച്ചിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. വെറുതെ വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് അറിയാവുന്നവർ അഭിപ്രായം പറഞ്ഞു തന്നോളൂ. കാരണം നമ്മളറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഒരു കുറച്ചിലൊന്നുമല്ല. അതെപ്പോഴും നമ്മൾ അങ്ങനെ മരിക്കുന്നത് വരെ നമ്മൾ പഠിക്കാനുണ്ടാവും. അത് കുഞ്ഞു കുട്ടികളുടെ നിന്നും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. ചാക്കോച്ചിയുടെ പുതിയ ഹെയർ സ്റ്റൈല് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കും അത് ഭയങ്കര ഇഷ്ടമായി. അത് തോമും ഈ സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു പാച്ചുവിൻ്റെ മാമോദീസയുടെ സമയത്ത് തോമുവിൻ്റെ ഹെയർ സ്റ്റൈൽ ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തോമു എപ്പോഴോ എന്താ പറയുക ഈ കട്ടിലേക്ക് മാറിയതാണ്. അപ്പോൾ ഡിംപിളിന് എപ്പോഴും വയ്യ കേട്ടോ. അവൾക്ക് ഈ പറഞ്ഞ പോലെ പനി, നമുക്ക് എല്ലായിടത്തും ഉണ്ട് ഈ പനിയും ചുമയും ഇതൊക്കെ. അപ്പോൾ ചില കുട്ടികളുടെ വിചാരം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അസുഖങ്ങളാണെന്നാണ്. നമ്മളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്നറിയോ. അപ്പോൾ ഈ എത്രയും പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരുമ്പോഴും നമ്മളെന്നും ഇത് നിങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഇന്നത് ഇവന് വയ്യ, ഇന്നത് ഇത് അവന് വയ്യ എന്ന് പറയണത്. അല്ലാണ്ട് ഇതൊരു വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല. നമുക്ക് എന്ത് ചെറിയ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആൻറ്റിക്ക് എന്നും അസുഖമല്ലേ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്നും അസുഖമല്ലേ, അങ്ങനെയുള്ള ഒരു സംഭവമേ ദൈവം സഹായിച്ച് ഇതുവരെ ഇല്ല കേട്ടോ. നമ്മളുള്ള കാര്യങ്ങൾ അപ്പം പറയണം. ഇപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളിന് ആ മുഴുവൻ തലവേദനയും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഡിംപിളും പറയും അയ്യോ മമ്മി നമ്മൾ പാച്ചൊരു വയ്യാന്നൊക്കെ പറയുമ്പോൾ അവർ വയ്യാത്തൊരു കുട്ടിയാണെന്ന് ഞാൻ പറയില്ല. നമ്മളെ അറിയുന്നവർക്ക് അറിയാം. നമ്മളെ അന്നത്തെ വിഷയങ്ങൾ അപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ അപ്പം പറയണു. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്താ പറയുക ഒന്നും മറച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒന്നും കൂട്ടി പറയുകയോ ഒന്നും ചെയ്യില്ല. അത് നിങ്ങൾക്ക് കണ്ടറിയാം. ഞങ്ങളുടെ 3 വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഏകദേശം ഒരുപോലെയാവും. ഒന്നും അങ്ങോട്ട് മറിച്ചും തിരിച്ചും വെച്ചിട്ടുള്ള സംഭവങ്ങൾ കാണില്ല.
അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാൽ പോയിട്ട് ഡാഡിയും മമ്മിയും പിള്ളേർ രണ്ടുപേരും ചാക്കോച്ചനും തോമും ഇവനുമില്ല കേട്ടോ, പാച്ചുമില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് ആദ്യത്തെ പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഹൈ റോട്ടിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. അവിടുന്ന് ഈ ബർത്ത്ഡേയുടെ പാർട്ടിയുടെ കുറച്ച് സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു. ബർത്ത്ഡേയോടനുബന്ധിച്ചുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ ഷൂ ഒക്കെ വാങ്ങിക്കാനായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈ റോട്ടിൽ പോയി. അതൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് ഡോൺ വന്നു. ഡോൺ വന്നിട്ട് പിന്നെ ഡോണും ഡിവൈനും ചാക്കോച്ചനും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോയി. അവിടെ നിന്ന് നേരെ അവർ കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഹൈ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഓണത്തിൻ്റെ ആ തിരക്കുള്ള കാരണം കാണാൻ നല്ല ഭംഗി, പുലിക്കളിയുടെ മാസ്കും നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന പരിസരത്തൊന്നും ഒരു ചായക്കട പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ പോയി വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോകാനും നിന്നില്ല. ഇത് നമ്മളുടെ ഷൂ മാർട്ട്, ഇവിടെ നാട്ടോ നമ്മൾ ഷൂ വാങ്ങിച്ചത് പണ്ടത്തെ ഷൂ മാർട്ടാണ്, ബിഗ് ബസാറിൻ്റെ തോന്നുന്നുണ്ട് ആയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ വേറെ കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞത്. അതായത് ഡോണും ഡിവൈനും മോനും കൂടിയിട്ട് വേറെയും, ഞങ്ങൾ ഡാഡി മമ്മിയും മോളും കൂടിയിട്ട് വേറെ സെക്ഷനിലേക്ക് തിരിഞ്ഞു. കാരണം പാച്ചുവിനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു, അവിടെ പിള്ളേർക്കും ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസ് റോഡ് എത്തിയപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, പണ്ട് ഇത് പോസ്റ്റ് ഓഫീസ് റോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം അത് കാണാനില്ലല്ലോ എന്നുള്ളത്. കാരണം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണില്ലല്ലോ. അപ്പോഴാണ് ഡാഡി പറഞ്ഞത് പോസ്റ്റ് ഓഫീസൊക്കെ ഇവിടെ നിന്ന് മാറി എന്നുള്ളത് കേട്ടോ. അങ്ങനെ തൃശ്ശൂർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. ഞങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഓണത്തിൻ്റെ കച്ചവടക്കാർ നിറച്ച് വന്ന് നിൽക്കട്ടെ. ഇതാണ് ശരിക്കും പോസ്റ്റ് ഓഫീസ് മൂലയായിരുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല, ഇന്നാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിന്ന് അങ്ങനെ ഫുട്പാത്ത് നേരെ എനിക്ക് തോന്നുന്നു ശക്തൻ വരെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയുണ്ട്. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങളൊക്കെ എന്താ പറയുക, ഭയങ്കര വ്യത്യാസമാണ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ശരിക്കും നന്നായിട്ട് വിശന്നു കേട്ടോ. പക്ഷേ ഒരു നിവൃത്തിയില്ല, കാരണം എവിടെയും നിർത്താൻ പറ്റില്ല. കുട്ടികളെയും കൊണ്ട് അവിടെ ഡിവൈൻ വീട്ടിലെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം നമ്മുടെ സൈറാസിൽ ഇറങ്ങി. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി എടുത്ത് മാറ്റി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വരിക എടുക്കുക പോവുക അങ്ങനെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക ബിരിയാണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെടുത്ത് നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ട് ഡിവൈൻ വരുമ്പോൾ 1:30 കഴിഞ്ഞു, ഞങ്ങളും എത്തുമ്പോൾ ഏകദേശം 1:45 ആയി. ഇനി വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പിലാവണ കാര്യമല്ല. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരും. ഇതിപ്പോൾ കുട്ടികളുള്ള കാരണം നമ്മളങ്ങനെ ചെയ്യാറുമില്ല. അപ്പോൾ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണം വാങ്ങിക്കുന്നതും കഴിക്കുന്നതും, അല്ലാണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. കാരണം കുറേ പേര് പറയുന്നുണ്ട് നമ്മളെപ്പോഴും പുറത്തുനിന്നാണ് ഭക്ഷണം. അതൊക്കെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കുട്ടികളെ ഇട്ടിട്ട് വിഷമിപ്പിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ സാഹചര്യം അനുസരിച്ച് നമ്മൾ മുന്നിലേക്ക് നീങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബിരിയാണി വാങ്ങി, എക്സ്ട്രാ റൈസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഡിവൈൻ ഞാൻ പറഞ്ഞില്ലേ 2 വഴിക്ക് ഞങ്ങൾ തിരിഞ്ഞു വന്നു. അപ്പോൾ അവിടെ നിന്ന് ഡിവൈനും ഡോണും കൂടി പോയിട്ട് വാങ്ങിയതാണ് ഈ സാധനങ്ങൾ. അപ്പം നമ്മൾ നാളെ സർപ്രൈസും നല്ല അച്ഛനോട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകണത്. ചെന്നായിപ്പാറയ്ക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കുട്ടികളെയൊക്കെ കാണാൻ നാളെ പാച്ചുവിൻ്റെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ബർത്ത്ഡേക്ക് പ്രമാണിച്ച് ഞങ്ങൾ പതുക്കെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പേരുണ്ട്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും മറ്റേ ഡിവൈൻ്റെ വീഡിയോയിൽ. അപ്പോൾ പറ്റാവുന്ന സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. എനിക്ക് ഇത് കേട്ടിട്ട് തന്നെ 1-2 പേര് കാശിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോളൂ എന്ന്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഈ 2 സംഭവം ഡിവൈൻ വാങ്ങിക്കൊണ്ടെന്നാണ്. ഇനിയിപ്പോൾ നാളെ പോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. അരിയാണ് അവർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ചാക്കരിയോ 1-2 അതൊക്കെ ഏനം പോലെ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അച്ഛൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ തരണ്ടേ. അപ്പോൾ നിങ്ങൾക്കും ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും ഒരു 3 നേരം കഴിക്കുമ്പോൾ നമ്മളുടെ കൂടെയുള്ളവർ, അതായത് ആരും ആയിക്കോട്ടെ, അവർ ഒരു നേരം ചായ കുടിക്കുകയെങ്കിലും ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ.
അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് പങ്കുവയ്ക്കാൻ പഠിക്കുക, ഷെയർ ചെയ്ത് ജീവിക്കാൻ പഠിക്കണം കേട്ടോ. ഞാനിവിടെ കുട്ടികളെ പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ആവശ്യം എന്ന് തോന്നുന്നിടത്ത് അവരെത്തിക്കാറുണ്ട് സാധനങ്ങൾ. അപ്പോൾ നിങ്ങളും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, ഞാനിതൊന്നും പറയാണ്ട് തന്നെ എത്ര കുട്ടികളാണെന്നറിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ആൻറ്റി എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെയുള്ള മനസ്സുള്ള മക്കൾ കുറേ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതേ രാത്രി ചോറും മറ്റേ മീൻ പീര, ഇവിടെ കുഞ്ഞു കൊഴുവില്ലേ പീരയും ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു. ഡിവൈൻ്റെ വക സൂപ്പർ കറിയായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് അതിൻ്റെ ഗ്രേവിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് വൈൻ നമ്മൾ അരിച്ചെടുത്തു. അതൊക്കെ ഡിമ്പിളുടെ വീഡിയോസിലുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ശരിക്കും കുറേ ലേറ്റ് ആവുകയും ചെയ്തു, ശരിക്കും വയ്യാണ്ടാവുകയും ചെയ്തു. കാരണം ആകെ ഒരു തിരക്കായിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ പേര് സമയം നോക്കി എത്രയാണ്, 12:45. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേണമെന്ന് വെച്ച് വൈകുന്ന ദിവസങ്ങളല്ല, ചില ദിവസങ്ങൾ അങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിള് കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു മറ്റേ ആൻറ്റിക്കിൻ്റെ മറ്റേ ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി പാക്ക് വന്നിട്ട്. പക്ഷേ ഇതുവരെ അതൊന്ന് ഫോട്ടോ എടുക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിമ്പിളിനും ഞാൻ പറഞ്ഞില്ലേ പനിയും തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇന്നാണ് ചെയ്തത്. ഓണമൊക്കെ ശരിക്കും എന്താ പറയുക കഴിയണ സമയം, ഓണത്തിൻ്റെ പർച്ചേസിങ് കഴിയണ സമയം, എന്നാലും പറ്റുന്ന പോലെ ചെയ്യാം എന്ന് വിചാരിച്ച് പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ കാര്യം സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഡിമ്പിളിനെ സംബന്ധിച്ച് പറ്റിയില്ല. അങ്ങോട്ടുള്ള യാത്രയും പിന്നെ തിരിച്ച് വന്നിട്ടുള്ള വയ്യായും ഒക്കെ കാരണം ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാരമില്ല, നമ്മളിപ്പോൾ ഓണം മാത്രമല്ലല്ലോ, ആവശ്യക്കാരെപ്പോഴും ഉണ്ട്. പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ നമ്മൾ വല്ല വിശേഷങ്ങൾക്കാണ് എന്തെങ്കിലും വാങ്ങിക്കുക. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈനിന് കരിച്ചൊഴിച്ചതിൻ്റെ ഇതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ബി ഫോർ ബ്രെയിൻ. ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ ഡിമ്പിളിൻ്റെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് അവർ വന്നിട്ടുണ്ടായിരുന്നതല്ലേ. അപ്പോൾ അവർ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഡിമ്പിളിനും പാച്ചുവിനും മാത്രം ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് ഡിമ്പിളിനോട് പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് അയക്കേണ്ട, അവന് ഇങ്ങനെ ഉന്തി നടക്കാൻ വാക്കർ ചാട്ടാന്ന് പറയും പണ്ടത്തെ ആൾക്കാർ. അപ്പോൾ അത് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇന്നെത്തി. നാളെയാണല്ലോ അവൻ്റെ ബർത്ത്ഡേ, അതായത് നിങ്ങൾ കാണുന്ന ദിവസം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാളെ തന്നെ അവനെ കൊണ്ട് തുറന്നാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത് ഇങ്ങനെയാണ്. നാളെയൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളാട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. നാളെ ഞങ്ങളുടെ എവിടേക്കൊക്കെ പോകണു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാറില്ലേ അതൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നാളെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ എൻ്റെ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എൻ്റെ ചാക്കോച്ചിയുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഞാൻ പറ്റിയെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോ കൂടി ഇടും. കാരണം കണ്ടമാനം വിഷസ് വന്നിട്ടുണ്ട്, പാട്ടിട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെയൊന്നും കാണിക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ വോയിസോ മറ്റേ എന്താ പറയുക സൈലൻ്റ് ആക്കാണ്ട് അതേ സോങ് ഇട്ടിട്ട് നോക്കട്ടെ, കോപ്പിറൈറ്റൊക്കെ കിട്ടും, എന്നാലും സാരമില്ല. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ.